നടന്മാർക്ക് പിന്നാലെ ആരോപണം സിനിമയ്ക്ക് പുറത്തേക്കും. കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനെതിരെ ആരോപണവുമായി നടി മിനു മുനീർ. നിർമ്മാതാവിന് വേണ്ടി തന്നെ ബോൾഗാട്ടി പാലസിൽ എത്തിച്ചെന്ന് ചന്ദ്രശേഖരൻ. ഇവരോട് പറഞ്ഞു, മിനു നമുക്ക് അവിടെ ഒരാളെ വന്നിട്ടൊന്നും പോയി പരിചയപ്പെടാം, നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം ബോൾഗാട്ടിയിൽ. എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടെ റിസോർട്ടിൽ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി. ഇയാളാണ് മെയിൻ പ്രൊഡ്യൂസർ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ അഡ്വക്കേറ്റിനെ കാണാനില്ല, അയാൾ മുങ്ങി. അങ്ങനെ പെട്ടെന്ന് പോയാൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പുള്ളിക്കാരെങ്ങനെ എൻ്റെ തോളെ എങ്ങനെയാണെന്ന് കെട്ടിപ്പിടിക്കുകയും പറയും. ആരോപണം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ. നടന്മാർക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ പേർ. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ നടി മിനു മുനീർ. നടന്മാർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ആരോപണം നിഷേധിച്ച് മണിയൻ പിള്ള രാജു. അവസരങ്ങൾ കിട്ടാത്തവർ ആരോപണവുമായി വരുമെന്ന് മണിയൻ പിള്ള രാജു. നടിയുടെ ആരോപണത്തിന് പിന്നാലെ മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് VD സതീശൻ. കൊല്ലത്ത് മുകേഷിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മുകേഷിനെതിരായ നടപടിയിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് ബിനോയ് വിശ്വം. എതിർപ്പിനിടയിലും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്തിനെതിരെ DGPക്ക് പരാതി നൽകി സിദ്ദിഖ്. ആരോപണത്തിന് പിന്നിൽ അജണ്ട. രക്ഷിതാക്കൾക്കൊപ്പമല്ലാതെ രേവതി സമ്പത്തിനെ കണ്ടിട്ടില്ലെന്നും സിദ്ദിഖ്. നാളെ നടക്കാനിരിക്കുന്ന അമ്മ നിർവാഹക സമിതി യോഗം മാറ്റി. തീരുമാനം മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്ന്. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ കഴക്കൂട്ടത്തെ 13-കാരിയെ മാതാപിതാക്കൾക്കൊപ്പം വിടില്ല. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ തന്നെ തുടരും. അമ്മ മർദ്ദിച്ചതായും വീട്ടുജോലി ചെയ്യിച്ചതായും കുട്ടിയുടെ മൊഴി. കുട്ടിക്കും മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകി. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. പുറത്തുവിട്ടത് 15 സ്ഥാനാർത്ഥികളുടെ പട്ടിക. സീറ്റ് വിഭജനത്തിൽ നാഷണൽ കോൺഫറൻസ് നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ്. ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ രൂപീകരിച്ച കേന്ദ്രം. കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്ന കന്നഡ നടൻ ദർശന് VIP പരിഗണന നൽകിയതിൽ നടപടി. പരപ്പന അഗ്രഹാര ജയിലിലെ 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി.